2026 ഫിഫ വേൾഡ് കപ്പിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ച് ആഫ്രിക്കയിലെ കുഞ്ഞൻ രാജ്യമായ കേപ്പ് വേർഡി. ഏഷ്യയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനും ജോർദാനും തങ്ങളുടെ ആദ്യ ലോകകപ്പ് മത്സരങ്ങൾക്ക് ബൂട്ട് കെട്ടാനും ഒരുങ്ങുന്നു. അങ്ങനെ ഫുട്ബോൾ ലോകത്തെ അട്ടിമറികളുടെയും അപ്രതീക്ഷിത വിജയങ്ങളുടെയും പട്ടികയിലേക്ക് കയറിയിരിക്കുകയാണ് ഫിഫ അണ്ടർ-20 ലോകകപ്പ് ഫൈനലും. 6 തവണ അണ്ടർ-20 ലോക കിരീടം ഉയർത്തിയ അർജന്റീന, കന്നിക്കിരീടം സ്വപ്നം കണ്ട് കളത്തിലിറങ്ങിയ മൊറോക്കോ, ഈ കിരീടവും തങ്ങൾക്കു തന്നെ എന്ന് ഉറപ്പിച്ച പോലെ കളത്തിലിറങ്ങിയ അർജന്റീൻ യുവനിരയ്ക്ക് ആഫ്രിക്കൻ ഫുട്ബോളിലെ പുത്തൻ പവർ ഹൗസായ മൊറോക്കോയുടെ തന്ത്രപരമായ നീക്കങ്ങളിൽ അടിപതറി. കളിയുടെ 12-ാം മിനിറ്റ് അർജന്റീനയുടെ ഗോൾ കീപ്പറായ സാന്റിനോ ബാർബിയുടെ ഫൗൾ, മൊറോക്കോയ്ക്ക് ഫ്രീ കിക്ക്. പ്രതിരോധ മതിലിന് മുകളിലൂടെ മൊറോക്കോയുടെ യാസിർ സാബിരിയുടെ സുന്ദര കിക്ക് നേരെ വലയിലേക്ക്. അങ്ങനെ അർജന്റീനയ്ക്കെതിരെ മൊറോക്കോയ്ക്ക് മത്സരത്തിലെ ആദ്യ ഗോൾ. മത്സരം അധികം നീണ്ടില്ല. 29-ാം മിനിറ്റിൽ ഓത്മൻ മാമ തൊടുത്ത ക്രോസ് സാബിരിയിലൂടെ വീണ്ടും വലയിലേക്ക്. അവസരങ്ങളും തകർപ്പൻ സേവുകളും കൊണ്ട് നീണ്ട മത്സരത്തിൽ അങ്ങനെ എതിരില്ലാത്ത 2 ഗോളിന്റെ വിജയവും ഒപ്പം ആ ലോക കിരീടവും മൊറോക്കോ സ്വന്തമാക്കി. മൊറോക്കോ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിക്കുന്നത് ഇതാദ്യമായിട്ടല്ല. ഒന്ന് പിന്നിലേക്ക് നോക്കിയാൽ, അതായത് 2022 ഖത്തർ ലോകകപ്പ് തന്നെ ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങിയ റൊണാൾഡോയെയും സംഘത്തെയും കണ്ണീരിലാഴ്ത്തിയായിരുന്നു അന്ന് മൊറോക്കോ അവരുടെ ലോകകപ്പ് കുതിപ്പ് തുടർന്നത്. അന്ന് ക്വാർട്ടർ ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിനായിരുന്നു പോർച്ചുഗലിനെ തകർത്ത് ചരിത്ര സെമിഫൈനൽ പ്രവേശം നേടിയത്. ലോക ഫുട്ബോളിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ മൊറോക്കോയുടെ ഇളമുറക്കാർ നേടിയ ഈ ലോക വിജയം അഷ്റഫ് ഹക്കീമിയും ഹക്കീം സിയക്കും ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഒത്ത പിൻഗാമികളുണ്ടെന്ന് അടിവരയിടുന്നതാണ്.